ഹലോ ഗേസ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത് IUI കഴിഞ്ഞുള്ള 2 ആഴ്ച ഉണ്ടല്ലോ, ആ 2 ആഴ്ചയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ആതിര എന്നാണ്. IUI ട്രീറ്റ്മെൻറ്റിലൂടെയാണ് എനിക്ക് പ്രഗ്നൻ്റ് ആകാൻ സാധിച്ചത്. ഇപ്പോൾ എനിക്ക് 2 വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞുണ്ട്. IUI എന്താണെന്ന് ജസ്റ്റ് പറഞ്ഞു പോയേക്കാം. പുരുഷ പങ്കാളിയുടെ ബീജം സ്ത്രീയുടെ യൂട്രസിലേക്ക് ഡയറക്റ്റായിട്ട് കത്തീറ്റർ എന്ന ഒരു ഉപകരണത്തിൻ്റെ സഹായത്താൽ ഇഞ്ചെക്റ്റ് ചെയ്ത് ആർട്ടിഫിഷ്യലായിട്ട് ഗർഭധാരണം സാധ്യമാക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് IUI ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുന്നത് PCOD, PCOS, തൈറോയിഡ് തുടങ്ങിയ രോഗാവസ്ഥയിലൂടെ വന്ധ്യത അനുഭവിക്കുന്ന സ്ത്രീകൾക്കും പുരുഷ പങ്കാളിയുടെ ബീജത്തിന്റെയും മോട്ടിലിറ്റിയുടെയും കുറവ് മൂലം വന്ധ്യത അനുഭവിക്കുന്ന ദമ്പതികൾക്കും, അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ട് കുട്ടികൾ ഉണ്ടാകാതെ വിഷമിക്കുന്ന ദമ്പതികൾക്കും ഒക്കെയാണ് ഈ ട്രീറ്റ്മെന്റ് റെക്കമെൻഡ് ചെയ്യുന്നത്. നിങ്ങൾ IUI ചെയ്തിട്ട് 2 ആഴ്ച വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഫസ്റ്റ് തന്നെ ടെൻഷനാണ് ഒഴിവാക്കേണ്ടത്. IUI കഴിഞ്ഞുള്ള 2 ആഴ്ചയിൽ നിങ്ങൾ പോസിറ്റീവ് മനോഭാവത്തോടെ കഴിയുക. പോസിറ്റീവ് മനോഭാവം നിലനിർത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ടെൻഷൻ നമ്മളെ ഗുരുതരമായ ഹോർമോൺ അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമായേക്കാം. ഇത് നമ്മുടെ ശരീരത്തെ പ്രതികൂലമായി ബാധിക്കുകയും ഗർഭിണിയാകാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യും. അതിനാൽ നിങ്ങൾ സമാധാനത്തോടെയും ശുഭാപ്തി വിശ്വാസത്തോടെയും ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉത്കണ്ഠ എന്ന് പറയുന്നത്. ടെൻഷനും ഉത്കണ്ഠയൊക്കെ ഏകദേശം ഒരുപോലെയൊക്കെ വരും അല്ലേ? അപ്പോൾ ടെൻഷൻ പോലെ തന്നെ ഉത്കണ്ഠ കാരണവും IUI പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. IUI ചികിത്സയ്ക്ക് ശേഷം ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചില ഹോർമോണുകളും ആന്തരിക പ്രവർത്തനങ്ങളും നിങ്ങളുടെ മാനസികാവസ്ഥയെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും. ഇത് നിങ്ങളുടെ IUI ചികിത്സയുടെ വിജയത്തെ ബാധിച്ചേക്കാം. അതിനാൽ ടെൻഷൻ ഒഴിവാക്കുകയും നല്ല മാനസിക ആരോഗ്യം നിലനിർത്തുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനം. ടെൻഷൻ കാരണം ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ബ്ലീഡിങ് വരുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാതിരിക്കുക. ട്രീറ്റ്മെന്റ് വിജയിക്കുമോ എന്നതിനെ പറ്റിയൊക്കെ നിങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കാതെ ആ സമയം നല്ല നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുക. ഈ ടെൻഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ പാർട്ട്ണറുമായിട്ടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ടൊക്കെ സംസാരിച്ചിരിക്കാം, നല്ല നല്ല പാട്ടുകൾ കേൾക്കാം, അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ തന്നെ നിങ്ങളുടെ ഇതുപോലത്തെ ടെൻഷനും ഉത്കണ്ഠയൊക്കെ ഒന്ന് മാറിക്കിട്ടും. അടുത്ത പോയിന്റ് ഉറക്കമാണ്. IUIക്ക് ശേഷം നിങ്ങൾക്ക് ആവശ്യത്തിന് ഉറക്കം ലഭിക്കണം. ഇത്തരത്തിൽ ഉറക്കം കിട്ടാതിരുന്നാലും അത് പ്രഗ്നൻസിയെ ബാധിച്ചേക്കാം. ഇത് നിങ്ങളുടെ ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള മെറ്റബോളിസത്തെ സഹായിക്കുന്നു. നിങ്ങൾ നന്നായിട്ട് വിശ്രമിക്കുന്നത് തീർച്ചയായും നിങ്ങളുടെ ടെൻഷൻ ഒഴിവാക്കാൻ ഹെൽപ്പ് ചെയ്യും. രാത്രിയിൽ നിങ്ങളൊരു 10 മണിക്കെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കണം. അതുപോലെ 8 മണിക്കൂർ ഉറക്കം മസ്റ്റാക്കണം. ജോലിക്കൊന്നും പോകാതെ വീട്ടിലിരിക്കുന്ന എന്നെ പോലുള്ള മടിച്ചികൾക്കാണെങ്കിൽ പകലുറക്കമാണ് സ്യൂട്ടാവുന്നത്. ഇത്തരക്കാർ പകൽ ഉറങ്ങാതിരിക്കാനാണ് മാക്സിമം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രൊജസ്ട്രോണിൻ്റെ ടാബ്ലറ്റ്സ് ഒക്കെ എടുക്കുമ്പോഴത്തേനും നമുക്ക് ഉറക്കം വരും. ആ ഒരു ക്ഷീണം മാറുമ്പോഴത്തേനും ഉണർന്നിരിക്കുക, രാത്രി നന്നായിട്ട് ഉറങ്ങാം. ഉച്ചമയക്കം ഒഴിവാക്കുമ്പോൾ തന്നെ രാത്രിയിലേക്കുള്ള ഉറക്കം കിട്ടിക്കോളും. രാത്രിയിൽ ഉറങ്ങുന്ന സമയത്താണ് ഇംപ്ലാന്റേഷൻ നടക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണല്ലോ, ഇംപ്ലാന്റേഷൻ നടന്നാലേ ഗർഭധാരണം സാധ്യമാകൂ എന്നത്. അതുകൊണ്ട് നിങ്ങൾ രാത്രിയിൽ ഉറങ്ങാനാണ് ശ്രദ്ധിക്കേണ്ടത്. അടുത്ത പോയിന്റ്, ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. അതിൽ കാപ്പി, ചായ, കഫീൻ എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുക. കുറച്ചാൽ പോരാ, പൂർണ്ണമായും ഒഴിവാക്കുന്നതായിരിക്കും പോസിറ്റീവ് റിസൾട്ട് തരാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇറച്ചി വിഭവങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ നല്ലത്. പിന്നെ പാകം ചെയ്യാത്ത ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. ഇത് ചിലപ്പോൾ ദഹനക്കേടിനൊക്കെ കാരണമായേക്കാം. പഞ്ചസാര, ഉപ്പ്, എരിവ്, പുളി എന്നിവയൊക്കെ കുറച്ച് യൂസ് ചെയ്യുക. സോഡ, പിന്നെ പഞ്ചസാര അടങ്ങിയിട്ടുള്ള ശീതളപാനീയങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ. കൊക്കക്കോള, 7up, മിറിൻഡ പോലത്തെ ശീതളപാനീയങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അതേ വിഭാഗത്തിൽപ്പെടുന്ന ശീതളപാനീയങ്ങൾ നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് മെർക്കുറി കണ്ടന്റുകൾ കൂടുതൽ അടങ്ങിയിട്ടുള്ള
ചൂര പോലത്തെ വലിയ വലിയ മത്സ്യങ്ങൾ കഴിക്കാതിരിക്കുക. പൈനാപ്പിളും പപ്പായയും നിങ്ങൾ കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഈ 2 ഫ്രൂട്ട്സും ആണെങ്കിൽ നിങ്ങളെ രക്തം നേർപ്പിക്കുകയും എൻഡോമെട്രിയൻ പാളികളെ വിഘടിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ മെൻസസ് ആകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത് കഴിക്കേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ചില പഠനങ്ങൾ പൈനാപ്പിൾ കോറൊക്കെ കഴിക്കാമെന്ന് പറയുന്നുണ്ട്. അതെനിക്ക് എത്രമാത്രം സക്സസ് ആണെന്നൊന്നും അറിയാത്തത് കൊണ്ടാണ് ഞാൻ പറയാത്തത് കേട്ടോ. കഴിക്കണമെങ്കിൽ നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചിട്ട് കഴിക്കാവുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ്, ഭാരമുള്ള വസ്തുക്കൾ ഉയർത്താതിരിക്കുക. IUIക്ക് ശേഷം 4 മുതൽ 5 കിലോയിൽ കൂടുതൽ ഭാരമുള്ള ഒരു വസ്തുവും നിങ്ങൾ ഉയർത്തരുത്. ഭാരമുള്ള വസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ കോച്ചിവലിംഗ് ഉണ്ടാക്കാൻ കാരണമാകും. എങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് ഗർഭാശയ പാളിക്ക് കേടുപാടുകൾ സംഭവിപ്പിക്കാം. ഇത് നിങ്ങളുടെ IUI ജയിക്കാനുള്ള സാധ്യത കുറയ്ക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ വെയിറ്റ് ഒന്നും എടുത്ത് പൊക്കരുത്. നെക്സ്റ്റ് വരുന്നത് മദ്യപാനവും പുകവലിയും ഒഴിവാക്കുക എന്നതാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണല്ലേ. ഇപ്പോഴത്തെ കാലത്ത് ചില സ്ത്രീകൾ ഇതുപോലെ മദ്യപിക്കുകയും പുകവലിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇത്തരത്തിലുള്ള സ്ത്രീകൾ IUIക്ക് ശേഷമെങ്കിലും നിങ്ങൾ ഗർഭധാരണം പോസിറ്റീവ് ആക്കണമെങ്കിൽ ഇവ രണ്ടും ഒഴിവാക്കിയേ പറ്റൂ. ഇവയുടെ ദുരുപയോഗം ഗർഭകാല സങ്കീർണതകൾക്കും കുഞ്ഞിൻ്റെ അസാധാരണ വളർച്ചയ്ക്കും കാരണമാകും. അടുത്തത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ള മരുന്നുകൾ ഒഴിവാക്കാതിരിക്കുക. IUIക്ക് ശേഷം ഡോക്ടർ നിർദ്ദേശിക്കുന്ന ബീജസങ്കലന സാധ്യത വർദ്ധിപ്പിക്കുന്നതിനും IUIയുടെ വിജയത്തിനും പ്രോജസ്ട്രോൺ, ഫോളിക് ആസിഡ്, വൈറ്റമിൻ എന്നിവയൊക്കെ നൽകാറുണ്ട്. ഇത്തരത്തിലുള്ള ടാബ്ലറ്റ്സുകൾ ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത പോയിന്റ്, അമിതമായ എക്സസൈസുകൾ ഒഴിവാക്കുക. IUIക്ക് ശേഷം വ്യായാമം ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. എന്നിരുന്നാലും കഠിനമായ വ്യായാമങ്ങൾ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഡംബൽസ് പോലത്തെ വസ്തുക്കൾ ഉയർത്തിയുള്ള വ്യായാമങ്ങൾ ചെയ്യാൻ പാടില്ല. IUIക്ക് ശേഷമുള്ള ആദ്യ ദിവസങ്ങളിൽ നമ്മുടെ ശരീരത്തിന് ഉലച്ചിലൊന്നും സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കണം. കുറച്ച് ദിവസത്തിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ബ്രീത്തിങ് എക്സസൈസോ അല്ലെങ്കിൽ യോഗയോ അങ്ങനത്തെ എക്സസൈസുകളൊക്കെ ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലുള്ള യോഗയും ബ്രീത്തിങ് എക്സസൈസും നിങ്ങളുടെ രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും ഗർഭധാരണത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. അടുത്ത പോയിന്റ്, നീന്തൽ ഒഴിവാക്കുക എന്നതാണ്. IUIക്ക് ശേഷം കുളങ്ങളിൽ നീന്തുന്നത് ഒഴിവാക്കേണ്ടതാണ്. കാരണം അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്ത പോയിന്റ്, ദോഷകരമായ റേഡിയേഷനുകൾ ഒഴിവാക്കുക എന്നതാണ്. IUIക്ക് ശേഷം നിങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കൂടുതൽ നേരം വെയിലത്ത് ചെലവഴിക്കുന്നത് ഒഴിവാക്കുക. കൂടാതെ അപകടകരമായ റേഡിയേഷനുകൾ ഉൾപ്പെടുന്ന ഒരു ജോലിയും ചെയ്യാൻ പാടില്ല. പനി, ചുമ, വയറിളക്കം, ഛർദി എന്നിവ വരാതിരിക്കാനായി പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ളം നന്നായി കുടിക്കുക. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ചൂടുവെള്ളത്തിൽ കുളിക്കാതിരിക്കുക. ചൂട് ഇംപ്ലാന്റേഷൻ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തും. അതുകൊണ്ട് നിങ്ങൾ ചൂടുവെള്ളത്തിൽ ഒരിക്കലും ഒരിക്കലും അല്ല, IUI കഴിഞ്ഞുള്ള 2 ആഴ്ചകളിൽ കുളിക്കാൻ പാടില്ല. പിന്നീടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ, IUI എന്ന് പറയുന്നത് 100% വിജയസാധ്യത ഇല്ലാത്തതിനാൽ അമിതമായി നിങ്ങൾ പ്രതീക്ഷയൊന്നും വെച്ച് ആഗ്രഹം പുലർത്താതിരിക്കുക. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണല്ലോ 15% മാത്രമേ IUIക്ക് വിജയസാധ്യത ഉള്ളൂ എന്ന്. അപ്പം നിങ്ങൾ അമിതമായി ഇങ്ങനെ ആഗ്രഹിക്കുകയാണെങ്കിൽ നിരാശ വരാണ്ടിരിക്കാനാണ് ഞാനിപ്പോൾ ഈ കാര്യം പറഞ്ഞത്. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും IUI കഴിഞ്ഞിട്ടുള്ള 2 ആഴ്ചയിൽ ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ വിഷമിക്കുന്ന കുറേ ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്തുകയുള്ളൂ. അപ്പം മറ്റൊരു വീഡിയോ കാണാം. ബൈ.